ബ്രഹ്മാവിന് 5 ശിരസ്സുകൾ ഉണ്ടായിരുന്നു. സൃഷ്ടികർത്താവെന്ന നിലയിൽ അദ്ദേഹത്തിന് അഹങ്കാരം വർദ്ധിച്ചു. ഒരിക്കൽ ശിവനെയും വിഷ്ണുവിനെയും കണ്ടപ്പോൾ, ഞാനാണ് പരമോന്നതൻ, നിങ്ങൾ രണ്ടുപേരും എന്റെ സൃഷ്ടികൾ മാത്രം എന്ന് ബ്രഹ്മാവ് പ്രഖ്യാപിച്ചു. വിഷ്ണു മൗനം പാലിച്ചു. എന്നാൽ ബ്രഹ്മാവിന്റെ 5ാമത്തെ ശിരസ് കൂടുതൽ അഹങ്കാരത്തോടെ മഹാദേവനെ അവഹേളിച്ചു സംസാരിച്ചു. ശ്മശാനവാസിയായ നീ എന്റെ മുന്നിൽ നിൽക്കാൻ യോഗ്യനല്ല എന്ന് ആ ശിരസ് പറഞ്ഞു. അഹങ്കാരത്തെ നശിപ്പിക്കാൻ ശിവന്റെ ഭ്രൂമധ്യത്തിൽ നിന്ന് ഭയാനകമായൊരു തേജസ് പ്രത്യക്ഷപ്പെട്ടു. അതിൽ നിന്ന് പുറത്തു വന്നത് കാലഭൈരവനെ. കറുത്ത ശരീരം, ചുവന്ന നേത്രങ്ങൾ, നീണ്ട കൊമ്പുകൾ, കയ്യിൽ ത്രിശൂലവും ഖട്വാങ്കവും. കാലഭൈരവൻ ഒറ്റ നഖം കൊണ്ട് ബ്രഹ്മാവിന്റെ 5ാമത്തെ ശിരസ് ഛേദിച്ചു. ആ ശിരസ് ഉടനെ ഭൈരവന്റെ കയ്യിൽ പറ്റിപ്പിടിച്ചു. ബ്രഹ്മഹത്യാ പാപം കാരണം ആ കപാലം കയ്യിൽ പിടിച്ചുകൊണ്ട് ഭൈരവൻ പ്രായശ്ചിത്തത്തിനായി ഭിക്ഷാടനമായി പോകേണ്ടി വന്നു. എല്ലാ ലോകങ്ങളിലും സഞ്ചരിച്ചു. ദേവന്മാർ ഭയന്ന് ഓടിപ്പോയി. വൈകുണ്ഠത്തിലെത്തിയപ്പോൾ മാത്രം ലക്ഷ്മി ദേവി അന്നദാനം ചെയ്തു. അപ്പോൾ കപാലം നിറയുകയും കയ്യിൽ നിന്ന് താഴെ വീഴുകയും ചെയ്തു. അങ്ങനെ കാശിയിൽ കാലഭൈരവൻ കാവൽക്കാരനായി സ്ഥാപിതനായി. ദാരിദ്ര്യം, ദുഃഖം, അഹങ്കാരം എന്നിവ നശിപ്പിക്കുന്നവനായി അവിടുന്ന് അറിയപ്പെടുന്നു. കാലഭൈരവൻ കാലത്തിന്റെ നാഥനും കാശിക്ഷേത്രത്തിന്റെ കോട്വാലുമാണ്. അഹങ്കാരം ഉപേക്ഷിച്ച് വിനയത്തോടെ ജീവിക്കണമെന്നാണ് ഈ അവതാരം നമ്മെ പഠിപ്പിക്കുന്നത്. ഭൈരവ വണക്കം നടത്തുന്നവർക്ക് സകല ഭയങ്ങളിൽ നിന്നും മോചനവും സമൃദ്ധിയും ലഭിക്കുമെന്ന് വിശ്വാസം. ഓം കാലഭൈരവായ നമഃ. നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബ് ഈ ഭക്തിയാത്രയുടെ ശക്തിയാണ്.